അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് കൊല്ലം തീരത്തേക്ക് അടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത് തുടരും. കൊല്ലം തുറമുഖത്തേക്കാണ് കസ്റ്റംസ് സംഘം സീസ് ചെയ്ത കണ്ടെയ്നറുകൾ എത്തിക്കുക. ഇന്നലെ 34 കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരങ്ങളിലായി കരയ്ക്ക് അടിഞ്ഞിരുന്നു. ഇവയിലൊന്നും രാസപദാർത്ഥങ്ങളില്ല എന്നാണ് പ്രാഥമിക നിഗമനം. ശേഖരിച്ച വാട്ടർ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും ഇന്ന് അറിയും. കൂടുതൽ വിവരങ്ങളുമായി മുണ്ടക്കലിൽ നിന്നും എം മനോജ് ചേരുന്നു. മനോജ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവിടെ നടക്കുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്? രോഹിണി, ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും ഇത്തരത്തിൽ ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന ഒരു പ്രവർത്തനം തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മുണ്ടക്കൽ ഭാഗത്താണ്. ഈ ഭാഗത്തും ഈ കണ്ടെയ്നറുകളുടെ ഇങ്ങോട്ട് അടിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കണ്ടെയ്നർ ഏകദേശവും തകർന്ന ഒരു നിലയിലാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ കരയ്ക്ക് വന്ന് അടിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ അപ്പുറത്തെ ഭാഗത്തും കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്രവർത്തനം അത് വേലി ഇറക്ക സമയത്ത് മാത്രമേ കടലിലൂടെ വലിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ഈ വാട്ടർ ലൈൻ എന്നുള്ള ഒരു കമ്പനിയാണ് ഈ കരാർ എടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും ഈ പ്രവർത്തനങ്ങൾ യോഗത്തിന് ശേഷം നടന്നു വന്നിരുന്നു. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും നിലവിലിപ്പോൾ ബോട്ട് ഇറക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഭാഗത്തൊക്കെ തന്നെ കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഉൾപ്പെടെ കണ്ടെയ്നറുകൾ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മുണ്ടക്കൽ ഭാഗത്ത് 2 കണ്ടെയ്നറുകളാണ് അടിഞ്ഞിട്ടുള്ളത്. അതായത് ഒരു കണ്ടെയ്നറിൻ്റെ ഭാഗവും മറ്റൊരു പൂർണ്ണമായിട്ടുള്ള കണ്ടെയ്നറും വന്ന് അടിഞ്ഞിട്ടുണ്ട്. പോലീസ് ഇവിടെ ആളുകളെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഴയും ശക്തമാണ്, കാറ്റും ശക്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കണ്ടെയ്നറുകൾ കരയ്ക്ക് എത്തിക്കുന്ന കാര്യം അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടീം അംഗങ്ങളും പറയുന്നത്. എന്തായാലും കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴേക്കും മറ്റ് പ്രവർത്തനങ്ങൾ, അതായത് ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ മാത്രമേ ഈ കടൽ മാർഗം കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കരയ്ക്കടിഞ്ഞിട്ടുള്ള കണ്ടെയ്നറുകളൊക്കെ അത് മുറിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടക്കുക. രോഹിണി, ശരി. മനോജാണ് വിവരങ്ങൾ നൽകിയത്.